ഹലോ, ഇന്നത്തെ സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിനെ കുറിച്ചാണ്. സോ എന്താണ് ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്നതൊക്കെ നമ്മൾ എങ്ങനെയാണ് നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ നോക്കാം. ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി മെയിനായിട്ടും 6 ഫേസസ് ആണ് വരുന്നത്. റിക്വയർമെന്റ് അനാലിസിസ്, ഡിസൈൻ, കോഡിംഗ് ഓർ ഇംപ്ലിമെന്റേഷൻ, ടെസ്റ്റിംഗ്, ഡിപ്ലോയ്മെന്റ് ആൻഡ് മെയിൻ്റനൻസ്. ഈ റിക്വയർമെന്റ് അനാലിസിസ് ഫേസിനകത്ത് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ റിക്വയർമെന്റ്സ് ഉണ്ടാവേണ്ടത്, ആ റിക്വയർമെന്റ്സ് എല്ലാം കളക്ട് ചെയ്യുന്ന ഫേസ് ആണ് റിക്വയർമെന്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ബേസിക്കലി കമ്പനിയിൽ സിസ്റ്റം അനലിസ്റ്റ് അല്ലെങ്കിൽ ബിസിനസ് അനലിസ്റ്റ് എന്ന് പറയുന്ന കുറച്ച് ടീംസ് ഉണ്ട്. ഇവരാണ് ക്ലയൻസ് ആയിട്ട് കോൺടാക്ട് ചെയ്തതിനു ശേഷം റിക്വയർമെന്റ്സ് കളക്ട് ചെയ്യും. എന്നിട്ട് ആ റിക്വയർമെന്റ്സിന്റെ ബേസിൽ ഒരു ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അതാണ് SRS ഡോക്യുമെന്റ് ഓർ സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. ഈ SRS ഡോക്യുമെന്റ് ആണ് ത്രൂ ഔട്ട് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പ്രോസസ്സിനകത്ത്. നെക്സ്റ്റ് ഫേസ് ആണ് ഡിസൈൻ ഫേസ് എന്ന് പറയുന്നത്. അതായത് നാം പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന SRS ഡോക്യുമെന്റ് ബേസിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന സോഫ്റ്റ്വെയറിന്റെ ഓവറോൾ ആർക്കിടെക്ചർ പ്രിപ്പയർ ചെയ്യുന്ന ഫേസ് ആണ് ഡിസൈൻ ഫേസ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് കോഡിംഗ് ഓർ ഇംപ്ലിമെന്റേഷൻ ഫേസിൽ, അതായത് നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്, ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തതിനു ശേഷം ആ സോഫ്റ്റ്വെയറിനെ ഡെവലപ്പ് ചെയ്യുന്ന ഫേസ് ആണ് കോഡിംഗ് ഓർ ഇംപ്ലിമെന്റേഷൻ ഫേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് ഫേസ് ആണ്. ടെസ്റ്റിംഗ് ഫേസിനകത്ത് നമ്മൾ ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയറിനകത്ത് എന്തെങ്കിലും എറർസോ ബഗ്സോ ഉണ്ടോ എന്ന് നോക്കും. അതുപോലെ അത് ഫംഗ്ഷനാലിറ്റി എല്ലാം കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്ന ഫേസ് ആണ് ടെസ്റ്റിംഗ് ഫേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫേസ് ആണ് ഡിപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ഫേസ്. ഡിപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ മാർക്കറ്റിംഗ് ദ സോഫ്റ്റ്വെയർ. അതായത് ടെസ്റ്റിംഗ് എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യും, സോഫ്റ്റ്വെയർ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന ഫേസ് ആണ് ഡിപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. എന്നിട്ട് ആഫ്റ്റർ ഡിപ്ലോയ്മെന്റ് വി ആർ കളക്ടിങ് ദി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റിവ്യൂസ് ഫ്രം ദി യൂസേഴ്സ്. എന്നിട്ട് ഈ നെഗറ്റീവ് റിവ്യൂസിന്റെ ബേസിൽ എന്ത് ചെയ്യും, നമ്മൾ സോഫ്റ്റ്വെയറിനെ ഒന്നും കൂടി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫേസ് ആണ് മെയിൻ്റനൻസ് ഫേസ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ മെയിൻ്റനൻസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, സോഫ്റ്റ്വെയർ നമ്മൾ ഒന്നും കൂടി പ്രീ റിലീസ് ചെയ്യും. ഇതാണ് മെയിൻ ആയിട്ടും ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്. നമ്മളൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എന്താണ്, ഇപ്പം നമ്മളൊരു ടൈലറിംഗ് ഷോപ്പിൽ പോയിട്ട് നമ്മളൊരു ക്ലോത്ത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുകയാണ്. അപ്പം നമ്മൾ അവിടുത്തെ കസ്റ്റമർ അല്ലെങ്കിൽ ക്ലയൻസ് ആരാണ്, നമ്മളാണ് ക്ലയൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മളെ റിക്വയർമെന്റ്സിന്റെ ബേസിൽ ടൈലർ അല്ലെങ്കിൽ ടൈലർ ആയിരിക്കും അവിടുത്തെ ഡെവലപ്പർ. അപ്പം നമ്മൾ കൊടുക്കുന്ന റിക്വയർമെന്റ്സിന്റെ ബേസിൽ എന്ത് ചെയ്യും, ടൈലർ നമുക്ക് ആ ക്ലോത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ആ പ്രൊഡക്റ്റ് ഡെലിവറി. ഇതാണ് മെയിൻ ആയിട്ടും ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് എന്താണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് ഡിസ്കസ് ചെയ്യാം. സോ നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളിൽ പറഞ്ഞ പോലെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഡ്യൂട്ടി എന്താണ്, ക്ലയൻസിന്റെ റിക്വയർമെന്റ്സിന്റെ ബേസിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഡെവലപ്പറുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയർ ഒരു ക്ലയൻസിന് ഡെലിവർ ചെയ്യുന്നതിനൊക്കെ മുന്നേ അതിനകത്ത് എന്തെങ്കിലും എറേഴ്സോ ബഗ്സോ അതുപോലെ അതിൻ്റെ ഫംഗ്ഷനാലിറ്റീസ് എല്ലാം കറക്റ്റായിട്ട് വർക്ക് ഉണ്ടോ എന്ന് നോക്കാനും, അതുപോലെ ഈ കസ്റ്റമർ കൊടുത്തിട്ടുള്ള എല്ലാ റിക്വയർമെന്റ്സും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ചെയ്യുന്നത്. നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഒരു എന്ത് ടൈപ്പ് ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, വെദർ ഇറ്റ് ഈസ് എ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, മെയിൻ പർപ്പസ് എന്താണ്, നമ്മൾ അതിനകത്ത് എന്തെങ്കിലും എറേഴ്സോ ബഗ്സോ ഉണ്ടോ എന്ന് നോക്കണം. അതുപോലെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ഇതാണ് മെയിൻ ആയിട്ടും സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് വഴി നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ക്ലയൻസ് എന്തിനാണ് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത്, ഒരു ഗ്രൂപ്പ് ഓഫ് യൂസേഴ്സിനെ ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ക്ലയൻറ്റ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിനെ ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫേസ്ബുക്ക് എടുക്കാം. ഫേസ്ബുക്ക് ഡെവലപ്പ് ചെയ്ത മെറ്റയാണ്. മെറ്റ എന്തിനായിരിക്കും ഫേസ്ബുക്ക് ഡെവലപ്പ് ചെയ്ത്, ഒരു ഗ്രൂപ്പ് ഓഫ് യൂസേഴ്സിനെ ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ടും നമ്മൾ ഒരു ഫേസ്ബുക്ക് എന്നുള്ളത് ഡെവലപ്പ് ചെയ്ത്. സോ അപ്പം നമ്മളൊരു സോഫ്റ്റ്വെയർ ടെസ്റ്റ് ചെയ്യുമ്പോൾ മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യൂസേഴ്സിൻ്റെ പെർസ്പെക്റ്റീവ് വേണം നമ്മൾ സോഫ്റ്റ്വെയർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് യൂസേഴ്സിന് മനസ്സിലാവുന്ന രീതിയിൽ, അതായത് ഈസി ടു ലേൺ, അതുപോലെ യൂസ് ചെയ്യാൻ ഈസി ആവുന്ന രീതിയിൽ വേണം ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അതിനൊരു മെയിൻ പർപ്പസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു മെയിൻ മോട്ടീവ് ഉണ്ടായിരിക്കും. അതെല്ലാം കറക്റ്റായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നാണ് നമ്മൾ മെയിനായിട്ടും ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് വഴി നോക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് എന്താണ് ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൻ്റെ നീഡ് എന്താണെന്ന് നോക്കാം. ഇപ്പം നമുക്ക് ഫസ്റ്റ് പറയുകയാണെങ്കിൽ മെയിനായിട്ടും ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റീനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ടും ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ നമ്മൾ തന്നെ ഷോപ്പിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് മേടിക്കുകയാണ്. ആ പ്രൊഡക്റ്റ് മേടിക്കുകയാണെങ്കിൽ നമ്മൾ എന്തിൻ്റെ ബേസിലായിരിക്കും മേടിക്കുക, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു പെൻ മേടിക്കുകയാണ്. പെൻ മേടിക്കുകയാണെങ്കിൽ എന്തായിരിക്കണം, നമ്മുടെ റിക്വയർമെൻറ്റ്സിന് അനുസരിച്ചിട്ടുള്ള പെന്നായിരിക്കും നമ്മൾ മേടിക്കേണ്ടായിരിക്കുക.
അതായത് ഇപ്പോൾ റെഡ് കളർ പെന്നാണ്, നമുക്ക് റെഡ് കളർ പെൻ വേണം. അതുപോലെ പ്രൈസ് അഫോർഡബിൾ ആയിട്ട് വേണം. പിന്നെ യൂസ് ചെയ്യാൻ ഈസി ആയിരിക്കണം. ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പെൻ മേടിക്കുക. ഇപ്പോൾ ഇതൊക്കെ ഒരു പെന്നകത്തുണ്ടെങ്കിൽ എന്താണ്, കറക്റ്റായിട്ട് അത് നമുക്കൊരു ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആകാൻ പറ്റും. അപ്പോൾ മെയിനായിട്ടും നമ്മൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് വഴി എന്താണ് എൻഷുർ ചെയ്യുന്നത്, ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയാണ് എൻഷുർ ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ക്ലയൻസ് എപ്പോഴും യൂസേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആയിരിക്കും എപ്പോഴും മേടിക്കുന്നുണ്ടായിരിക്കുക. നെക്സ്റ്റ് പറയുന്ന കാര്യം, നമ്മൾ കറക്റ്റായിട്ട് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാലാണ് അതിനകത്തുള്ള എറേഴ്സോ ബഗ്സോ എന്തെങ്കിലും ഡിഫക്റ്റ് ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതുവഴി നമുക്ക് എന്താണ്, യൂസേഴ്സ് യൂസ് ചെയ്യുന്ന വഴിയുള്ള ഡിഫക്ട്സ് ഒക്കെ യൂസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ കണ്ടുപിടിക്കുന്ന ഡിഫക്ട്സ് എല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഇപ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണം. അതായത് ഇപ്പോൾ നമുക്കൊരു ഇ-കൊമേഴ്ഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് നമ്മളൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് അതിന് കൂടുതലും ബഫറിംഗ് ആണ് വരുന്നത് വിചാരിക്കുക. ബഫറിംഗ് വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നോർമലി വേറൊരു ആപ്ലിക്കേഷൻ ഫോളോ ചെയ്യും. അപ്പം എന്താണ്, അവിടുത്തെ ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഡിഫക്റ്റ് കണ്ടുപിടിക്കുന്ന വഴി ആ ഒരു ആപ്ലിക്കേഷൻ്റെ യൂസേജ് അവിടെ കുറഞ്ഞു വരികയാണ്. അപ്പം മെയിനായിട്ടും കറക്റ്റായിട്ടും നമ്മൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എല്ലാ ഡിഫക്ട്സ് എല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം ഡെലിവറി ചെയ്യുന്നത് എങ്ങനെയാണ്, ആ യൂസേഴ്സ് അത് കണ്ടുപിടിക്കാൻ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ എന്താണ്, നമ്മൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ചെയ്ത് എല്ലാ കറക്റ്റും റിക്വയർമെൻറ്റ്സ് ഡിഫക്ട്സും അതുപോലെ തന്നെ എല്ലാ റിക്വയർമെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്ത് ഡെലിവറി ചെയ്യുകയാണെങ്കിൽ എന്താണ്, യൂസേഴ്സിൻ്റെ റിലയബിലിറ്റിയും അതുപോലെ അവരുടെ കസ്റ്റമറുടെ സാറ്റിസ്ഫിക്കേഷൻ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇതും നമുക്കൊരു സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് വഴി ചെയ്യാവുന്ന കാര്യമാണ്. യൂസേഴ്സിൻ്റെ റിലയബിലിറ്റി അതുപോലെ സാറ്റിസ്ഫിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത്. നെക്സ്റ്റ് ഒരു കാര്യമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ സോഫ്റ്റ്വെയറിനകത്ത് ഇവർ ഒരു ചെറിയ ബഗ്ഗാണെങ്കിൽ കൂടി അത് വളരെ എക്സ്പെൻസീവ് ആയിട്ട് വരാറുണ്ട്. അതായത് ഇപ്പം ഒരു US ബാങ്കിനകത്ത് ഒരു സ്മോൾ ബഗ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ ഒരു സ്മോൾ ബഗ്ഗോട് കൂടി എന്താ ഉണ്ടായത്, ഒരു 366 ബാങ്കേഴ്സിൻ്റെ അക്കൗണ്ട്സ് അവിടെ ഫ്രീസ് ആയി പോവുക ചെയ്തത്. അപ്പം നമ്മൾ കറക്റ്റായിട്ടും നമ്മൾ മെയിനായിട്ടും എന്തെങ്കിലും ചെറിയ ബഗ്സോ അതുപോലെ കറക്റ്റായിട്ട് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ എന്ന് മെയിനായിട്ട് ചെക്ക് ചെയ്ത ശേഷമാണ് നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെലിവറി ചെയ്യാൻ പാടില്ല. ഇല്ലെങ്കിൽ നമുക്ക് തന്നെ അത് റീഫണ്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അത് കൂടുതൽ എക്സ്പെൻസീവ് അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ട് വരാറുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ആണ്. മേജറായിട്ട് നമ്മൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിന് 2 ടൈപ്പാണ് വരുന്നത്. മാനുവൽ ടെസ്റ്റിംഗ് വരുന്നുണ്ട്, ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് വരുന്നുണ്ട്. മാനുവൽ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഹ്യൂമൻ ഇൻ്റർവെൻഷൻ വെച്ചിട്ട് ഒരു സോഫ്റ്റ്വെയറിനെ ടെസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ മെയിനായിട്ടും മാനുവൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് മാനുവൽ ടെസ്റ്റിങ്ങിനകത്ത് നമ്മൾ മെയിനായിട്ടും ടെസ്റ്റ് കേസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ആ ടെസ്റ്റ് കേസിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സോഫ്റ്റ്വെയറിനെ ടെസ്റ്റ് ചെയ്യുന്നത്. ടെസ്റ്റ് കേസസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ആ സോഫ്റ്റ്വെയറിനെ ടെസ്റ്റ് ചെയ്യാനുള്ള കുറച്ച് കണ്ടീഷൻസ്. അതായത് ചില സിറ്റുവേഷൻസിൽ ആ സോഫ്റ്റ്വെയർ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് റിസൾട്ട് വരെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഇതൊക്കെയാണ് ടെസ്റ്റ് കേസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ മെയിനായിട്ടും ഒരു ആപ്ലിക്കേഷൻ്റെ പർപ്പസ് എന്താണെന്ന് നോക്കും. ആ പർപ്പസിന് അല്ലെങ്കിൽ റിക്വയർമെൻറ്റ്സ് നോക്കും. ആ റിക്വയർമെൻറ്റ്സിൻ്റെ ബേസിൽ നമ്മൾ ടെസ്റ്റ് കേസ് പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് ആ ടെസ്റ്റ് കേസിൻ്റെ ബേസിൽ നമ്മൾ ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത റിസൾട്ട് തന്നെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കും. എന്നിട്ട് എക്സ്പെക്ട് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ എന്താണ്, അവിടെ ആ ടെസ്റ്റ് കേസ് അവിടെ പാസ്സായി എന്ന് പറയും. അല്ലെങ്കിൽ എന്താണ്, നമ്മൾ അവിടെ ഒരു ബഗ് അല്ലെങ്കിൽ ഒരു ഡിഫക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തെന്ന് പറയും. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് ആണ് ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് കുറവ് ഹ്യൂമൻ ഇൻ്റർവെൻഷൻ വെച്ചിട്ട് ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ മെയിനായിട്ടും ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ചില സ്പെഷ്യലൈസ്ഡ് ഓട്ടോമേഷൻ ടൂൾസ് ഉണ്ട്. ആ ടൂൾസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മൾ സോഫ്റ്റ്വെയറിനെ ടെസ്റ്റ് ചെയ്യുന്നത്. ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങിനകത്ത് നമ്മൾ മെയിനായിട്ടും ടെസ്റ്റ് സ്ക്രിപ്റ്റ് എഴുതിയിട്ടാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റ് ചെയ്യുക. ടെസ്റ്റ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആവാം, ജാവ ആയിരിക്കാം, പൈത്തൺ ആയിരിക്കാം. നമുക്ക് ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മെയിനായിട്ടും ടെസ്റ്റ് സ്ക്രിപ്റ്റ് എഴുതുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമുക്കൊരു ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ആവശ്യമുള്ളത്. ഈ ടെസ്റ്റ് സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഏതാണോ ഓട്ടോമേഷൻ ടൂൾ യൂസ് ചെയ്യുന്നത്, വെദർ ഇറ്റ് ഈസ് സെലീനിയ ആവാം, അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഒരു ആപ്പി എന്നുള്ള ടൂൾ യൂസ് ചെയ്യും. അപ്പോൾ ഏത് ടൂളാണോ യൂസ് ചെയ്യുന്നത് ആ ടൂൾ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ഈ ടെസ്റ്റ് സ്ക്രിപ്റ്റ് റൺ ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഈ ടെസ്റ്റ് സ്ക്രിപ്റ്റ് ഒരു തവണ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ടെസ്റ്റ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് മേജറായിട്ടും വരുന്ന സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് സോഫ്റ്റ്വെയർ ടെസ്റ്റിൻ്റെ അതർ ടൈപ്സ് ഓഫ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫങ്ഷണൽ ടെസ്റ്റിംഗ് വരുന്നുണ്ട്, നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗും വരുന്നുണ്ട്. ഫങ്ഷണൽ ടെസ്റ്റിംഗ് ഒന്നുമില്ല, ഒരു സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് അതിൻ്റെ ബേസിൽ ഒരു സോഫ്റ്റ്വെയറിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണ് ഫങ്ഷണാലിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു ലോഗിൻ പേജ് എടുക്കാം. ലോഗിൻ പേജിൻ്റെ ഫങ്ഷണാലിറ്റി എന്താണ്,
യൂസർ നെയിം അടിച്ചു കൊടുക്കണം, പാസ്വേഡ് അടിക്കണം, ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പം ഇതാണ് അതിൻ്റെ ഫങ്ഷനാലിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു ഫങ്ഷനാലിറ്റിയുടെ ബേസിൽ ആ സോഫ്റ്റ്വെയറിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണ് ഫങ്ഷനാലിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ചില പ്രത്യേക സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസിൽ ഒരു സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ടും നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗ് ചെയ്യുന്നത്. സോ ഫങ്ഷണൽ ടെസ്റ്റിംഗ് അണ്ടറിൽ വരുന്നതാണ് യൂണിറ്റ് ടെസ്റ്റിംഗ്, ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ്, സിസ്റ്റം ടെസ്റ്റിംഗ്, ഇൻ്റർഫേസ് ടെസ്റ്റിംഗ്, റിഗ്രഷൻ ടെസ്റ്റിംഗ്, യൂസർ അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ നോൺ ഫങ്ഷൻ അണ്ടറിൽ വരുന്നതാണ് ഡോക്യുമെൻറ്റേഷൻ ടെസ്റ്റിംഗ്, ഇൻസ്റ്റലേഷൻ ടെസ്റ്റിംഗ്, പെർഫോമൻസ്. അതിൻ്റെ അണ്ടറിലാണ് ലോഡ്, സ്ട്രെസ്, എൻഡ്യൂറൻസ്, സ്പൈക്ക് ടെസ്റ്റിംഗ് ആൻഡ് ദെൻ റിലയബിലിറ്റി ടെസ്റ്റിംഗ് ആൻഡ് സെക്യൂരിറ്റി ടെസ്റ്റിംഗ്. നെക്സ്റ്റ് നമുക്ക് ഈ ടെസ്റ്റിംഗ് ടൈപ്സിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഫങ്ഷണൽ ടെസ്റ്റിംഗ് ടൈപ്സ് ഡിസ്കസ് ചെയ്യാം. അതിനകത്ത് വരുന്ന ഫസ്റ്റ് ടൈപ്പ് ടെസ്റ്റിംഗ് ആണ് യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. യൂണിറ്റ് ടെസ്റ്റിംഗ് അല്ലെങ്കിൽ കമ്പോണന്റ് ടെസ്റ്റിംഗ് എന്നാണ് മെയിനായിട്ടും നമ്മൾ പറയാറ്. അതായത് ഒരു സോഫ്റ്റ്വെയറിനകത്തുള്ള ചെറിയ ചെറിയ മൊഡ്യൂൾസോ അല്ലെങ്കിൽ അതിനകത്തുള്ള ഒരു ലൈൻസോ കോഴ്സോ ഒക്കെ എടുത്തിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ മെയിനായിട്ടും യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ടും സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സാണ് ചെയ്യുന്നത്. പിന്നെ ചില സമയത്ത് ടെസ്റ്റേഴ്സും ഈ യൂണിറ്റ് ടെസ്റ്റിംഗ് പെർഫോം ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് മൊഡ്യൂൾസ് തമ്മിൽ ഇന്റർകണക്ട് ചെയ്യുമ്പോൾ ആ ഇന്റർകണക്ഷൻ പോയിന്റ്സ് നോക്കി ടെസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം ലോഗിൻ പേജ്, ഹോം പേജ് ഉണ്ട് വിചാരിക്കാം. അപ്പം ലോഗിൻ പേജിനകത്ത് യൂസർ നെയിമും പാസ്വേഡും അടിച്ചതിന് ശേഷം ലോഗിൻ ബട്ടണിലേക്ക് ഹോം പേജിലേക്ക് പോകുന്നു. അപ്പം ഈ ലോഗിൻ പേജും ഹോം പേജും തമ്മിൽ ഇന്റർകണക്ട് ചെയ്യുന്ന പോയിന്റാണ് നമ്മൾ മെയിനായിട്ടും ഇന്റർകണക്ട് ചെയ്യുന്ന പോയിന്റ് ടെസ്റ്റ് ചെയ്യുന്നതാണ് മെയിനായിട്ടും ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. കൂടുതലും ഡെവലപ്പേഴ്സോ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ടെസ്റ്റേഴ്സോ ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് രണ്ട് ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് മെയിനായിട്ട് രണ്ട് ടൈപ്പാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻക്രിമെന്റൽ ടെസ്റ്റിംഗ് വരുന്നുണ്ട്, നോൺ ഇൻക്രിമെന്റൽ എന്ന് പറയുന്നുണ്ട്. ഇൻക്രിമെന്റൽ ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരോ മൊഡ്യൂൾസ് ആക്കി എടുത്ത് ഇന്റർകണക്ഷൻ ടെസ്റ്റ് ചെയ്യുന്നതാണ് ഇൻക്രിമെന്റൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. നോൺ ഇൻക്രിമെന്റൽ എന്ന് പറയുമ്പോൾ എല്ലാ മൊഡ്യൂൾസും എടുത്തതിന് ശേഷം ഹോൾ മൊഡ്യൂൾസും കമ്പൈൻ ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്നതിനാണ് നോൺ ഇൻക്രിമെന്റൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇൻക്രിമെന്റൽ ടെസ്റ്റിംഗ് തന്നെ അനദർ ടൈപ്പാണ് ടോപ്പ് ഡൗൺ ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് വരുന്നുണ്ട്, ബോട്ടം അപ്പ് ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗും വരുന്നുണ്ട്. ടോപ്പ് ഡൗൺ ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാലോ, ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് മൊഡ്യൂൾസിന് ഇന്റർകണക്ഷൻ ടെസ്റ്റ് ചെയ്യുന്നതാണ് ടോപ്പ് ഡൗൺ ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ബോട്ടം അപ്പ് എന്ന് പറയുമ്പോൾ ബോട്ടത്തിൽ നിന്ന് അപ്പിലേക്ക്, അതായത് ബോട്ടത്തിൽ നിന്ന് അപ്പിലേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ലോവർ ലെവൽ മൊഡ്യൂൾസ് ആയിരിക്കും അടിയുണ്ടായിരിക്കുക. അപ്പോൾ ലോവർ ലെവൽ മൊഡ്യൂൾസിൽ ഹയർ ലെവൽ മൊഡ്യൂൾസിലേക്കാണ് ബോട്ടം അപ്പിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുക. ടോപ്പ് ഡൗൺ ആണെങ്കിൽ ഹയർ ലെവൽ മൊഡ്യൂൾസിൽ നിന്ന് ലോവർ ലെവൽ മൊഡ്യൂൾസിലേക്കാണ് ടോപ്പ് ഡൗൺ അകത്ത് ടെസ്റ്റ് ചെയ്ത് വരുന്നത്. നെക്സ്റ്റ് വരുന്ന ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് ആണ് സിസ്റ്റം ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. സിസ്റ്റം ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ടും ആ ഹോൾ സിസ്റ്റം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്നതാണ് സിസ്റ്റം ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എല്ലാം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ സോഫ്റ്റ്വെയർ സിസ്റ്റം എല്ലാ റിക്വയർമെന്റ്സും സാറ്റിസ്ഫൈ ചെയ്യണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് നമ്മൾ സിസ്റ്റം ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതിന് മെയിനായിട്ട് നമ്മൾ എൻഡ് ടു എൻഡ് ടെസ്റ്റിംഗ് എന്ന് പറയും. മെയിനായിട്ടും ഇൻഡിപെൻഡന്റ് ടെസ്റ്റിംഗിൽ അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ടെസ്റ്റേഴ്സ് ആയിരിക്കും ഈ സിസ്റ്റം ടെസ്റ്റിംഗ് പെർഫോം ചെയ്യേണ്ടിയിരിക്കുക. നെക്സ്റ്റ് വരുന്നതാണ് ഇന്റർഫേസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇന്റർഫേസ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് കമ്പോണൻസ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ രണ്ട് മൊഡ്യൂൾസിനെ തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യേണ്ടായിരിക്കാം. ഇന്റർഫേസ് ഇവിടെ മീൻ ചെയ്യുന്നത് ഇവിടെ കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പം മൊഡ്യൂൾസ് തമ്മിൽ ഇന്റർകണക്ട് ചെയ്ത സമയത്ത് അവർ ഇന്റർഫേസ്, അതായത് അവർ കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ടും ഇന്റർഫേസ് ടെസ്റ്റിംഗ് ചെയ്യുന്നത്. ഇത് കൂടുതലും ടെസ്റ്റേഴ്സാണ് പെർഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്ന ടൈപ്പാണ് റിഗ്രഷൻ ടെസ്റ്റിംഗ് തരുന്നത്. ഒരു മാനുവൽ ടെസ്റ്റിംഗിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് ആണ് റിഗ്രഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഓൾറെഡി ടെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനകത്ത് എന്തെങ്കിലും മോഡിഫിക്കേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒന്നും കൂടെ നമ്മൾ ആ സോഫ്റ്റ്വെയർ ടെസ്റ്റ് ചെയ്യുന്നതിനാണ് റിഗ്രഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് എന്തെങ്കിലും ചേഞ്ചസോ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ വരുത്തിയതിന് ശേഷം ആ ആപ്ലിക്കേഷൻ്റെ ഫംഗ്ഷനാലിറ്റിക്ക് എന്തെങ്കിലും മിസ്സിങ്ങോ അല്ലെങ്കിൽ ഫംഗ്ഷനാലിറ്റി വർക്ക് ചെയ്യാത്ത കേസ് വരുന്നുണ്ടോ, അതുപോലെ എന്തെങ്കിലും ബർക്സ് അതിനകത്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ ഈ റിഗ്രഷൻ ടെസ്റ്റിംഗ് ചെയ്യുന്നത്. ഇപ്പോൾ റിഗ്രഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടോമേഷനകത്താണ് കൂടുതൽ റിഗ്രഷൻ ടെസ്റ്റിംഗ് പെർഫോം ചെയ്യാൻ വേണ്ടി മെയിനായിട്ട് നമ്മൾ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് യൂസ് വരുന്നത് അതാണ്. അതായത് ഇപ്പം നമ്മൾ ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങിനകത്ത് ആ ടെസ്റ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ്റെ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിരിക്കുക എന്താണ് നമ്മൾ എന്താ എഴുതി വെച്ചിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്മൾ ആ സ്ക്രിപ്റ്റിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമുക്ക് അതിനെ റീയൂസ് ചെയ്താൽ മതി. നമ്മൾ പിന്നെയും നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ മാനുവൽ ആണെങ്കിൽ എന്താണ്, നമ്മൾ ഒന്നുകൂടി അതിന് ആദ്യം മുതലേ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. ഇതാണ് റിഗ്രഷൻ ടെസ്റ്റിങ്ങിൻ്റെ സമയത്ത് ഓട്ടോമേഷൻ അതേപോലെ മാനുവലിൻ്റെ യൂസ് എന്ന് പറയുന്നത്.
വരുന്ന ടൈപ്പാണ് അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിനകത്ത് ഫൈനലായിട്ട് വരുന്ന ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് ആണ് അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് യൂസർ പറഞ്ഞിട്ടുള്ള എല്ലാ റിക്വയർമെന്റ്സും സോഫ്റ്റ്വെയർ സിസ്റ്റം സാറ്റിസ്ഫൈ ചെയ്യുന്നതോ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതിനാണ് നമ്മൾ മെയിനായിട്ടും ഈ അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. കൂടുതലായിട്ടും അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് പെർഫോം ചെയ്യുന്നത് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ യൂസേഴ്സ് അല്ലെങ്കിൽ ഒരു ക്ലയൻസ് തന്നെയാണ് ഈ അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് പെർഫോം ചെയ്യുന്നത്. സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് ഫങ്ഷണൽ ടെസ്റ്റിംഗ് ടൈപ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതായത് അതിനകത്ത് യൂണിറ്റ് ടെസ്റ്റിംഗ് പറഞ്ഞു, ഇൻ്റഗ്രേഷൻ പറഞ്ഞു, സിസ്റ്റം ടെസ്റ്റിംഗ് പറഞ്ഞു, റിഗ്രഷൻ പറഞ്ഞു, ഇന്റർഫേസ് ടെസ്റ്റിംഗ് പറഞ്ഞു, അതുപോലെ അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗ് ടൈപ്സ് ആണ്. നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗ് ടൈപ്സിനകത്ത് ഫസ്റ്റ് വരുന്ന ടൈപ്പാണ് ഡോക്യുമെന്റേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു സോഫ്റ്റ്വെയർ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റ് ചെയ്യുന്നതൊക്കെ മുന്നേ ആണെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഈ SRS ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. പിന്നെ ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് ടെസ്റ്റ് പ്ലാൻ റിപ്പോർട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യും. അതുപോലെ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് കഴിഞ്ഞ ശേഷം പ്രിപ്പയർ ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ് ഈ ടെസ്റ്റ് കേസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പം സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഫങ്ഷണൽ ടെസ്റ്റിംഗ് ടൈപ്സുകളാണ്. അതിനകത്ത് മെയിനായിട്ട് യൂണിറ്റ് ടെസ്റ്റിംഗ് പറഞ്ഞു, ഇൻ്റഗ്രേഷൻ പറഞ്ഞു, സിസ്റ്റം ടെസ്റ്റിംഗ് പറഞ്ഞു, ഇന്റർഫേസ് പറഞ്ഞു, റിഗ്രഷൻ, പിന്നെ അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് ആണ് മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗ് ടൈപ്സ് ആണ്. അതിനകത്ത് വരുന്ന ഫസ്റ്റ് ടൈപ്പാണ് ഡോക്യുമെന്റേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ നമ്മളൊരു സോഫ്റ്റ്വെയർ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതായത് സോഫ്റ്റ്വെയർ ടെസ്റ്റ് ചെയ്യുന്നതൊക്കെ മുന്നേ നമ്മളൊരു SRS ഡോക്യുമെന്റ് ഉണ്ട്, ആ ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യും. സോഫ്റ്റ്വെയർ ടെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മളൊരു ടെസ്റ്റ് പ്ലാൻ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ടെസ്റ്റ് കേസ് റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് എക്സിക്യൂഷൻ റിപ്പോർട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ റിക്വയർമെന്റ്സും കറക്റ്റായിട്ട് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ് നമ്മൾ മെയിനായിട്ടും ഈ ഡോക്യുമെന്റേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പാണ് ഇൻസ്റ്റലേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇൻസ്റ്റലേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല, അത് നമ്മൾ കറക്റ്റായിട്ട് ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കണം. അതുപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ് മെയിനായിട്ട് ഇൻസ്റ്റലേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻസ്റ്റലേഷൻ ടെസ്റ്റ് നമുക്ക് മാനുവൽ ആയിട്ടും ചെയ്യാൻ പറ്റും, അതുപോലെ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് വഴി നമുക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വരുന്നതാണ് പെർഫോമൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ പെർഫോമൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ചില സിറ്റുവേഷൻസിൽ നമ്മുടെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ടും പെർഫോമൻസ് ടെസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. സോ ഈ പെർഫോമൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് വരുന്നുണ്ട്. അതായത് ലോഡ് ടെസ്റ്റിംഗ് ഉണ്ട്, സ്ട്രെസ് ടെസ്റ്റിംഗ് ഉണ്ട്, എൻഡ്യൂറൻസ് ടെസ്റ്റിംഗ് ഉണ്ട്, സ്പൈക്ക് ഉണ്ട്, വോളിയം ടെസ്റ്റിംഗ് ഉണ്ട്. ലോഡ് ടെസ്റ്റിംഗ് എന്ന് പറയുമ്പം നമ്മൾ കൊടുക്കുന്ന ഒരു എക്സ്പെക്റ്റഡ് ലോഡിൽ ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ ബിഹേവ് ചെയ്യുന്ന ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ടും ലോഡ് ടെസ്റ്റിംഗ് പെർഫോം ചെയ്തത്. അതായത് ഇവിടെ ലോഡ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് യൂസേഴ്സ്. അപ്പം നമ്മൾ കൊടുക്കുന്ന എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് യൂസേഴ്സിന്റെ ബേസിൽ ഈ ആപ്ലിക്കേഷൻ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ടും ലോഡ് ടെസ്റ്റിംഗ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് സ്ട്രെസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. സ്ട്രെസ് ടെസ്റ്റിങ്ങിനകത്ത് നമ്മൾ കൊടുക്കുന്ന എക്സ്പെക്റ്റഡ് ലോഡിനേക്കാളും കൂടുതൽ ലോഡ് കൊടുത്തതിന് ശേഷം ആപ്ലിക്കേഷന്റെ ബിഹേവിയറിനെ ടെസ്റ്റ് ചെയ്യുന്നതിനാണ് സ്ട്രെസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് എൻഡ്യൂറൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു പ്രത്യേക ടൈം പീരീഡിൽ ഒരു പ്രത്യേക ലോഡ് കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ ഒരു എക്സ്പെക്റ്റഡ് ലോഡ് കൊടുത്തതിന് ശേഷം ആ ആപ്ലിക്കേഷന്റെ പെർഫോമൻസിനെ ടെസ്റ്റ് ചെയ്യുന്നതിനാണ് എൻഡ്യൂറൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഒരു ടൈം പീരീഡിന്റെ ബേസിൽ ആപ്ലിക്കേഷന്റെ ബിഹേവിയർ നമ്മൾ ടെസ്റ്റ് ചെയ്യുക, അതാണ് എൻഡ്യൂറൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് സ്പൈക്ക് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എക്സ്പെക്റ്റഡ് ലോഡിൽ കൊടുത്തിരിക്കുന്ന എക്സ്പെക്റ്റഡ് ലോഡിനകത്ത് സഡൻ ഇൻക്രീസ് അല്ലെങ്കിൽ സഡൻ ഡിക്രീസ് കൊടുത്തതിന് ശേഷം ആ ആപ്ലിക്കേഷന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ അതിന്റെ ബിഹേവിയർ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണ് സ്പൈക്ക് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് വോളിയം ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ആ ആപ്ലിക്കേഷനകത്ത് ഒരു ഹൈ വോളിയം ഓഫ് ഡാറ്റ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ആപ്ലിക്കേഷന്റെ ബിഹേവിയർ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ വോളിയം ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന ടൈപ്പാണ് റിലയബിലിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. റിലയബിലിറ്റി ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ റിലയബിൾ ആണോ ചെക്ക് ചെയ്യുക, അതായത് വിശ്വസിക്കാൻ പറ്റുന്നതാണോ നോക്കുക. അപ്പം നമ്മളൊരു സോഫ്റ്റ്വെയർ ഒരു തവണ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് എറേഴ്സോ ബഗ്സോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ സോഫ്റ്റ്വെയർ റിലയബിൾ ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പം നമ്മൾ ഒരുപാട് തവണ ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് സെയിം റിസൾട്ട് തന്നെ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? റിലയബിൾ ആണെന്ന് പറയാൻ പറ്റും. ഇതാണ് റിലയബിലിറ്റി ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് ആണ് സെക്യൂരിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനകത്ത് എന്തെങ്കിലും സെക്യൂരിറ്റി ലൂപ്പ് ഹോൾസ് ആഡ് ചെയ്തിട്ടുണ്ടോ ടെസ്റ്റ് ചെയ്താക്കാൻ വേണ്ടിയിട്ടാണ് സെക്യൂരിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ സെക്യൂരിറ്റി ലൂപ്പ് ഹോൾ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഓതറൈസേഷൻ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒതന്റിക്കേഷൻ ആയിരിക്കാം. അതായത്
ഇപ്പം എന്തെങ്കിലും യൂസർ നെയിം പാസ്വേഡും വെച്ചിട്ട് നമ്മൾ ആപ്ലിക്കേഷനിൽ കയറാൻ പറ്റുന്ന ടൈപ്പിലുള്ള സെക്യൂരിറ്റി, അല്ലെങ്കിൽ ഓരോ യൂസേഴ്സിനും അവർ പ്രിവിലേജ് കൊടുക്കുക. അതായത് ഇപ്പം സ്റ്റുഡന്റ് ആണെങ്കിൽ സ്റ്റുഡന്റ് എന്ന പ്രിവിലേജ് കൊടുക്കാം, അഡ്മിൻ ആണെങ്കിൽ അഡ്മിൻ എന്ന പ്രിവിലേജ്. അപ്പം ഈ ടൈപ്പിൽ എന്തെങ്കിലും സെക്യൂരിറ്റി ലൂപ്പ് ഹോൾസ് എല്ലാം നമ്മൾ സോഫ്റ്റ്വെയർ സിസ്റ്റത്തിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടോ ടെസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് സെക്യൂരിറ്റി ലൂപ്പ് ഹോൾസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇന്ന് മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിനെ കുറിച്ചാണ്. എന്താണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് പറഞ്ഞു, നമ്മൾ എന്തിനാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ചെയ്യുന്നതെന്ന് പറഞ്ഞു, അതുപോലെ ഏതൊക്കെ മെത്തേഡ്സ് വഴിയാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ചെയ്യുന്നത്, അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിനെ കുറിച്ചും പറഞ്ഞു. സോ ഇന്നത്തെ സെഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.